നമുക്ക് 100 സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. പുസ്തകത്താൾ മറിച്ചാട്ടെ, അക്ഷരമുത്തു നുകർന്നാട്ടെ. നമുക്ക് 100 സ്വപ്നം തീർക്കാം, പുതിയൊരു സ്വർഗം പണിയാം. വായനാ വാരാഘോഷത്തിന്റെ 5ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വായനാ ദിന ആഘോഷ ചടങ്ങ് ധന്യമാക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ MS ദേവദാസ് സർ ആണ്. അദ്ദേഹം ഒരു നല്ല അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല എഴുത്തുകാരനും ഒരു പ്രാസംഗികനും കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലേപ്പള്ളി GUP സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കണ്ടുമുട്ടുന്നത് വായനാ വാരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ വർഷവും കഴിഞ്ഞ വർഷത്തേതുപോലെ സ്കൂളുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ വായനാ വാരവും നിങ്ങൾ വീടുകളിലും നിങ്ങളെ ക്ലാസ് എടുക്കുന്ന, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം അവരവരുടെ വീടുകളിലുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തടസ്സത്തിന് മാറ്റം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വീടുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന നിങ്ങൾക്ക് സ്കൂളിലെ മുറ്റങ്ങളിലേക്കും വരാന്തകളിലേക്കും എത്തിച്ചേർന്ന് പൂമ്പാറ്റകളെ പോലെയും പൂത്തുമ്പികളെ പോലെയും പറന്നു നടക്കാനുള്ള ഒരു സന്ദർഭം കൈവരും. അത് നമുക്ക് അധികം വിദൂരമല്ലാത്ത, അധികം ദിവസങ്ങൾ അപ്പുറത്തേക്ക് നീളാത്ത ഒരു സമയത്ത് തന്നെ സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കാം. വായനാവാരത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ സംഘടിപ്പിച്ച നിങ്ങളുടെ അധ്യാപകർക്ക്, ഹെഡ് മാസ്റ്റർക്ക്, അതുപോലെ പ്രശോഭിത ടീച്ചർക്ക്, മറ്റെല്ലാ അധ്യാപകർക്കും എൻ്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ കുട്ടികളോട് നിങ്ങളുമായി നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങളോട് ചില വാക്കുകൾ പറയാൻ കിട്ടിയ സന്ദർഭത്തെ വളരെ സന്തോഷത്തോടെ ആണ് ഞാൻ കാണുന്നത്. നമുക്ക് പരിമിതമായൊരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നേരെ കടക്കുകയാണ്. നമ്മൾ വായനാ ദിനം, വായനാ വാരം എന്ന് 2 കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തു പോകുന്നത്, അല്ലേ? ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. ഇത് 1996 ജൂൺ 19 ഈ ദിനം ഇങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം ഈ വായനയെ സ്നേഹിക്കുകയും പുസ്തകങ്ങളെ സ്നേഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും വായനയെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത PN പണിക്കർ എന്ന മഹാനായ ഒരു വ്യക്തിയുടെ ചരമദിനമാണ് ഈ ജൂൺ 19. പൊതുവായിൽ നാരായണ പണിക്കർ എന്ന അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ആ ഗ്രാമത്തിൽ അന്ന് വായിക്കാനായി ഗ്രന്ഥശാലകളോ പുസ്തകങ്ങളോ ഒന്നും അങ്ങനെയില്ല. അത് 1950 അടുത്ത ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അതില്ല, ഇന്നത്തേതുപോലെയല്ല. പുസ്തകങ്ങളൊന്നും അത്ര കിട്ടാനില്ല. ഇന്നാണെങ്കിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ പോലും നമുക്ക് ഗ്രന്ഥശാലകളുള്ള ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്ക് വായിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അതിന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് അറിയണം. തൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് പുസ്തകങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള വീടുകളിലൊക്കെ കയറിയിറങ്ങി നടന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് തൻ്റെ ഗ്രാമത്തിലെ ആളുകൾക്ക് വായിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ വായന തുടങ്ങുന്നത്. പിന്നെ അത് സമീപ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. പിന്നെ അത് അദ്ദേഹം സമീപ ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ ക്രമമായിട്ടുള്ള ആ വായനയുടെ ഒരു ലോകം കേരളം മുഴുവനും പടർത്തുകയാണ് ചെയ്തത്. അത് അങ്ങനെ അതിൻ്റെ ആ ഒരു മേഖല വലുതാക്കാൻ വേണ്ടി അദ്ദേഹം എന്തുമാത്രം പ്രയത്നം ചെയ്തിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിനായി അദ്ദേഹം ഒരിക്കൽ ഇതിൻ്റെ ഒരു പ്രചരണം കൊടുക്കാൻ വേണ്ടി എല്ലാ ജനങ്ങളിലേക്കും ഈ വായനയിലൂടെയാണ് അറിവ് കിട്ടുന്നതെന്നും ആ അറിവാണ് നമ്മുടെ ചിന്തകളെ വളർത്തിയെടുക്കുന്നതെന്നൊക്കെ ബോധ്യപ്പെടുത്താനും ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരു കാൽനട ജാഥ തന്നെ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് പാറശാല നിന്നും വടക്കേ അറ്റത്ത് കാസർഗോഡ് വരെയും അദ്ദേഹം ആ യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്:
വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന്. ഈ ഒരാശയം കുഞ്ഞുണ്ണി മാഷും അദ്ദേഹത്തിന്റെ കവിതയുടെ വരികളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് നമ്മളോട് പറഞ്ഞത്. അപ്പോ വായന നമുക്ക് വിളവ് നൽകുന്ന ഒന്നാണ്. അപ്പൊ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമ്മൾ ഭക്ഷണം കഴിച്ച് ശരീരം വലുതായാൽ, പ്രായം ഓരോന്നോരോന്നിങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ വളർന്നു എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയില്ല. അത് ശരീരത്തിന്റെ വളർച്ചയായിട്ടുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ഒരു വളർച്ച വേണ്ടേ? അതിനാണ് നമ്മൾ വായന നടത്തുന്നത്. ആ വായനയിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? അറിവാണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന അറിവ് ഈ സമൂഹത്തിൽ പ്രയോഗിക്കുമ്പോൾ ഈ സമൂഹത്തിനും അതൊരു അറിവായി മാറുകയും ആ സമൂഹം തന്നെ ഉയരുകയും ചെയ്യും. ഇപ്പൊ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ വലിയ അറിവിന്റെ കേന്ദ്രങ്ങളായിട്ടാണ് മാറുന്നത്. അപ്പോൾ അറിവിന്റെ കേന്ദ്രങ്ങളായി ഗ്രന്ഥശാലകൾക്കും മാറാൻ കഴിയുന്നുണ്ട്. അതാണ് പി.എൻ. പണിക്കർ ചെയ്തത്. അങ്ങനെ അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വായനയുടെ ഒരു വലിയ ലോകം തുറന്നു കൊടുക്കാനുള്ള വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കുറേയേറെ പറയാനുണ്ട് അദ്ദേഹത്തെ കുറിച്ച്, പക്ഷെ നമ്മൾ അത് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ചുരുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ജൂൺ 19 വായന ദിനമായി ആചരിക്കുന്നത്. അതിന്റെ കാരണം 1995 ജൂൺ 19 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞത്. ഇപ്പൊ തൊട്ടടുത്ത വർഷം ജൂൺ 19 മുതൽ ആ ഓർമ്മ ദിനം നമ്മൾ വായന ദിനമായി ഉചിതമായി കൊണ്ടാടുന്നു. ഇപ്പോൾ നമ്മൾ വായന വാരത്തിലേക്ക് മാറ്റിയത് പല പ്രവർത്തനങ്ങളും ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണം എന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഒക്കെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം വീടുകളിലേക്കാണല്ലോ കിട്ടുന്നത്. കൊച്ചു കൊച്ചു വായനയോ നിങ്ങളുടെ ചിലപ്പോൾ ചിത്രരചനയോ വായിച്ചതിനെ കുറിച്ചുള്ള ലഘുക്കുറിപ്പുകളോ ഒക്കെ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് നടത്തുന്നുണ്ട്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. കൊച്ചു കൊച്ചു എഴുത്തുകളിലൂടെ, കഥകളിലൂടെയൊക്കെ ആണ് നമ്മൾ ഓരോ എഴുത്തുകളിലേക്ക് വളരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കും ഭാവിയിൽ അത്തരം നല്ല എഴുത്തുകളിലേക്ക് വളരാനായിട്ട് കഴിയും. കഥകൾ കേൾക്കുക. നമ്മളൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞിട്ടുള്ള കഥകൾ കേട്ടുകൊണ്ടാണ് വളർന്നിട്ടുള്ളത്, അല്ലെ? അതിന്റെ ഉദാഹരണമാണല്ലോ ഇടശ്ശേരി ഗോവിന്ദ നായരുടെ അവിടെ പൂതപ്പാട്ട് എന്ന് പറയുന്ന കാവ്യം. അതിനകത്ത് ഒരു അമ്മൂമ്മ തൻ്റെ പേരക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് അത് നമുക്ക് കവിതാ രൂപത്തിൽ കിട്ടിയിട്ടുള്ളത്, ആ പൂതപ്പാട്ട്. അപ്പൊ അമ്മൂമ്മ പറയുന്ന കഥകൾ കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് അത്ര പതിയുന്നുണ്ട്, കയറി ചെല്ലുന്നുണ്ട്. അതാണ് ആ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെയാണ് നമ്മൾ കുട്ടികളുടെ ആദ്യകാലത്തെ എഴുത്തുകാര് എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. എസ്.കെ. പൊറ്റക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഒരു അമ്മൂമ്മയുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അവരുടെ മകൻ എഴുതി അറിയിച്ചതാണ് തന്റെ ആദ്യത്തെ കഥയെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് പോലും അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടു ഇവിടെ, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു എഴുത്ത് പരിചയപ്പെടാം. അദ്ദേഹത്തെ സഞ്ചാരിയായ സാഹിത്യകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഈ നോവലിനേക്കാളും കഥകളെക്കാളും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഈ സഞ്ചാര സാഹിത്യ കൃതികളാണ്, യാത്രാ വിവരണങ്ങൾ. നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ബാലിദ്വീപ് എന്ന് പറയുന്ന ഈ ഒരു കൃതി ഒന്ന് പരിചയപ്പെടാനുണ്ട്. ഇതാണ് ബാലിദ്വീപ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ആ പുസ്തകം. ഇതിന്റെ പുറംചട്ടയിൽ ഒരു പെൺകുട്ടിയുടെ നൃത്തവേഷം അണിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചിത്രം കാണാം. ഇതിന്റെ പിന്നിലെ ചട്ടയിലും ഉണ്ടത് അതേ പെൺകുട്ടിയുടെ ആ നൃത്തവേഷത്തുള്ള ചിത്രം, പിന്നെ ലേഖകന്റേതാണ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ പുസ്തകത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, എങ്കിൽ നമുക്ക് ഈ പുസ്തകത്തെ പരിചയപ്പെടുമ്പോൾ ഈ പെൺകുട്ടിയിലൂടെ തന്നെ പരിചയപ്പെടാം. ഇത് എസ്.കെ. പൊറ്റക്കാട് നമ്മളെ പരിചയപ്പെടുത്തുന്നത് താൻ ബാലി ദ്വീപ് സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഒരു രാജാവിന്റെ, അന്നത്തെ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി. ചൊക്കോർദെ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൾ ഈ ശ്രീ യാത്തൂൺ എന്ന ഈ 10 വയസ്സുകാരി പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺകുട്ടിയുടെ ചിത്രമാണ് ഇവിടെ നിങ്ങൾ കണ്ടത്.
ഈ ശ്രീ യാത്തൂന് നൃത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രാജാവ് തന്റെ അതിഥിക്ക് മുൻപിൽ തന്റെ മകളുടെ നൃത്തം അവതരിപ്പിച്ചു. നൃത്തം അവതരിക്കാനുള്ള അവസരം ഒരുക്കി. അതിഥിയോടുള്ള മര്യാദയുടെ ഭാഗം കൂടിയായിരുന്നു ആ കലാ അവതരണം. അവളുടെ ആ അവതരണം തൻ്റെ മനസ്സിനെ വളരെയധികം ആകർഷിച്ചു. അപ്പോൾ ബാലിയിലെ ജനങ്ങളുടെ ഈ കലാ വൈഭവത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു അത്. പിന്നെ ഈ ശ്രീയാത്തൂൺ എന്ന പേര്, അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എത്ര മധുരമായ ഒരു ശബ്ദം ആ പേരിന് എന്ന് മാത്രമല്ല, പൊറ്റക്കാട് പറഞ്ഞു ബാലിയിലെ പെൺകുട്ടികളുടെ എല്ലാ പേരുകൾ ഇങ്ങനെ മധുരമനോഹരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ രക്ഷിതാക്കൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് പൊതുവിൽ പേരിടാൻ നോക്കുമ്പോൾ ശരിയായ പേര് കിട്ടാത്ത ആവലാതിയാണ്. അപ്പൊ അവരോട് പൊറ്റക്കാട് ഉപദേശിക്കുന്നത് ഈ ബാലിയിലെ പെൺകുട്ടികളുടെ പേരുകളൊന്ന് തേടിപ്പിടിക്കൂ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത്ര മനോഹരങ്ങളാണ് അവരുടെ പേരുകൾ എന്ന് പറഞ്ഞ ചില പേരുകളും ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ ചൊക്കോർത്തയുടെ ആ ആതിഥ്യം സ്വീകരിച്ച വേളയിൽ ആ രാജാവിന്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയതും ആ ഉത്സവത്തിന് നടന്നുപോയ കാട്ടുവഴിയും അവിടുത്തെ ഉത്സവത്തിനെത്തിയ സ്ത്രീകളും അവരുടെ വേഷഭൂഷാദികളും അവിടെ കൊണ്ടുവന്നിട്ടുള്ള വാണിപ്പങ്ങൾക്കായി കച്ചവടത്തിനായി കൊണ്ടുവന്നിട്ടുള്ള പല പലഹാരങ്ങളും ചെറുപ്പക്കാരികളുമായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ കൂടി ഒരു ഉത്സവത്തിൻ്റെ, ഒരു ഗ്രാമീണ ഉത്സവത്തിൻ്റെ വലിയ ഒരു അഴക് തനിക്ക് അനുഭവപ്പെട്ടത് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ബാലിദ്വീപ് നമുക്കൊക്കെ എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ? അല്ല. ഇന്ത്യയിൽ നിന്ന് 4000 കിലോമീറ്റർ അകലത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ദ്വീപാണത്. മലയാ ദ്വീപ സമൂഹങ്ങളുടെ ഇടയിലാണ് കിടക്കുന്നത്. ഒന്നുകിൽ കപ്പലിൽ പോകണം, അല്ലെങ്കിൽ ഇന്നിപ്പോ നമുക്ക് വിമാനത്തിലൊക്കെ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അദ്ദേഹം പോയത് കപ്പലിലാണ്. ബാലി ദ്വീപ് എന്ന് പറയുന്നത് പച്ചപ്പാർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ പറുദീസ പോലുള്ള സ്ഥലമാണ്, സ്വർഗം പോലുള്ള സ്ഥലം. അവിടുത്തെ കൃഷിക്കുമുണ്ട് അതേപോലത്തെ മനോഹാരിത. അവിടെ ആളുകൾ കൃഷി ചെയ്യുന്നത് ഈ കുന്നിൻ മുകളിൽ തട്ടാക്കി മാറ്റിയിട്ട് അവിടെയൊക്കെ കണ്ടങ്ങളാക്കി രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മലമുകളിൽ തട്ടുകളാക്കി കൃഷി ചെയ്താൽ അവിടെ വെള്ളം കിട്ടുമോ? ഇതൊരു സംശയം നമുക്ക് തോന്നും. പക്ഷെ ബാലിക്കാരതിനെ കണ്ടുപിടിച്ച പോംവഴി എന്താണെന്ന് അറിയാമോ? ഈ കുന്നിന്റെ മുകളിൽ തടാകം പോലെ ഒരു സ്ഥലം രൂപപ്പെടുത്തി മഴക്കാലത്ത് വെള്ളം മുഴുവൻ അതിൽ സംഭരിക്കാൻ പാകത്തിന് തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തയ്യാറാക്കിയ അല്ലെങ്കിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ഈ വെള്ളമാണ് വേനൽക്കാലങ്ങളിൽ ഈ കണ്ടങ്ങളിലേക്ക് മുകളിൽ നിന്നും താഴേക്ക് ഒഴുക്കുന്നത്. താഴെ നിന്നും മുകളിലേക്ക് വെള്ളം വിടാനല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. അതിന് മോട്ടോർ വേണം, മറ്റു സംവിധാനങ്ങളൊക്കെ വേണ്ടേ. ഇതൊന്നും വേണ്ട, മുകളിൽ നിന്ന് സ്വാഭാവികമായി ഒഴുക്കി വിടാം. അത് മറ്റൊരു മനോഹരമായ കാഴ്ചയായിട്ടും ഈ കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുത്തിവീഴുന്ന ഈ ചെറു വെള്ളച്ചാട്ടങ്ങൾ രാത്രികാലങ്ങളിൽ നിലാവിന്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ മുത്തുകൊട്ടാരങ്ങൾ പോലെ ശോഭിക്കുന്നു എന്നാണ്. അതിന്റെ ശബ്ദം, അതിന്റെ തിളക്കം, ഇതൊക്കെ ആരുടെയും ഹൃദയത്തെ കവർന്നെടുക്കുന്ന കാഴ്ചയായിട്ട് മാറുന്നത്. ഈ അവതരണം ഒരു കഥ വായിക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത്. എസ്.കെ. പൊറ്റക്കാട് കഥാകൃത്ത് കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാലിദ്വീപ് വായിച്ചാൽ നമ്മളൊരു നോവലല്ലേ വായിച്ചു തീർന്നത് എന്ന് തോന്നിപ്പോകും. അപ്പൊ ഒരു കഥ വായിക്കുന്ന അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന അത്രക്കേറെ മധുരമായ ഒരു ഹൃദ്യമായ ഒരു രീതിയിൽ നമുക്ക് വായിച്ചു പോകാവുന്ന ഒരു കൃതിയാണ് ഈ ബാലിദ്വീപ്. അവിടെ കേരളീയമായ പല സവിശേഷതകളും അദ്ദേഹം കണ്ടു. തെങ്ങിൻ തോപ്പുകളുണ്ട്. അപ്പോൾ വയലേലകളുടെ കാര്യം പറഞ്ഞു. വയലേലകൾ പൂർണ്ണമായി കേരളത്തിൽ ഇല്ലാതായിട്ടില്ല. എങ്കിലും നമ്മുടെയും ഇവിടെ ഒരു കാലത്ത് ധാരാളം വയലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ അനുഭവങ്ങളുണ്ട്. ഈ ബാലിയിൽ ഈ കാഴ്ച കാണുമ്പോൾ ബാലി പക്ഷേ കുന്നിൻ മുകളിൽ ഇങ്ങനെ വ്യത്യസ്തമായി കൃഷി ചെയ്തതാണ് വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പൊ എങ്കിലും ചില സാമ്യം കേരളത്തിലെ ഈ ഭൂപ്രകൃതിയായിട്ടും കൃഷിരീതിയുമായിട്ടും അവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കൗതുകമുണർത്തുന്ന ഒരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞത് എന്നെയും ആകർഷിച്ചു. അത് അവിടുത്തെ വിവാഹ കാര്യമാണ്.
ഈ വരന്റെയും വധുവിന്റെയും വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് ഒരു വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ഒരു ആചാരമുണ്ട്. ഈ പെൺകുട്ടിയെ വരൻ തട്ടിക്കൊണ്ടു പോകണം, അതാണ് ആചാരം. അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന പെൺകുട്ടിയെ ദൂരെ എവിടെയെങ്കിലും ആരും അറിയാതെ പാർപ്പിക്കണം. അപ്പോൾ വരൻ തന്റെ കൂട്ടുകാരായ ആരുടെയെങ്കിലും വീടുകൾ അതിന് തിരഞ്ഞെടുത്ത് കണ്ടുവച്ചിരിക്കും, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ആചാരം അതിനേക്കാൾ രസകരമാണ്. തന്റെ മകളെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വധുവിന്റെ പെൺകുട്ടിയുടെ അച്ഛൻ ഓരോ വീട് തോറും ഒക്കെ അന്വേഷിച്ച് നടക്കും, ഗ്രാമങ്ങൾ തോറും. അപ്പൊ അവര് പറയും, അവർ കൈമലർത്തും, ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അന്വേഷിച്ച് നടന്ന് പോകുന്ന അവസാനം ആ വിവാഹ നാൾ വരെ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന, അത് കഴിഞ്ഞിട്ടാണ് വിവാഹം. ഈ ഒരു ചിത്രം നമുക്ക് അവിടുത്തെ ഈ വിവാഹ ആചാരങ്ങളെ കുറിച്ചുള്ള കൗതുകമായ ഒരു കാര്യമാണ് ഉണർത്തുന്നത്. പിന്നെ അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ നാടൻ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന മിക്കവാറും പേരെല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കലാവൈഭവമുള്ളവരാണ്, നമ്മുടെ ശ്രീയാത്തുനെ പോലെ തന്നെ. അതുപോലെ തന്നെ അവർ ജീവിതത്തിൽ കരുതലുകൾ ഉള്ളവരാണ്. തങ്ങളുടെ വീടുകളിൽ പോലും ചില ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി, പലഹാരങ്ങൾ ഉണ്ടാക്കി അവർ ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കും. ഈ സ്ത്രീകൾ നേരത്തെ എഴുന്നേറ്റ് ഈ ഗ്രാമചന്തകളിലെത്തി ഇവയെല്ലാം കച്ചവടം നടത്തും. പുരുഷന്മാർ ആ സമയത്ത് ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്ന്, അവർ വൈകിയാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ അതിരാവിലെ തന്നെ ഈ ഗ്രാമചന്തകളിൽ ഒത്തുകൂടി ഈ കലവില ശബ്ദമുണ്ടല്ലോ, ആ കച്ചവടത്തിൻ്റെതായ ശബ്ദം, അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ച അനുഭവപ്പെട്ടതും അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഹൃദ്യമായി ബാലിയുടെ ഒരു ചിത്രം നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ബാലിയിലെ ജനങ്ങൾ അത്രയേറെ വിദ്യാഭ്യാസം അങ്ങനെയൊന്നുള്ളവരല്ല, അവർ ഗ്രാമീണരും സാധാരണക്കാരും നിഷ്കളങ്കരുമാണ്. പക്ഷെ അവർക്ക് മിനിമം 4 ഭാഷയെങ്കിലും അറിയാം. കാരണം പ്രാദേശികമായ ഭാഷകൾ പലതും ഉണ്ടാവിടെ. അപ്പൊ എല്ലാ ഭാഷയും അവർക്ക് പഠിക്കേണ്ടതുണ്ട്, അവരത് പഠിച്ചിട്ടുണ്ട്. ചിലർക്കാകട്ടെ ആ 4 അല്ല, അത് 5, 6, 7 ഭാഷകൾ അറിയാം. ഈ ബാലിയിലേക്ക് പുറം ദേശത്തെ ആളുകൾ വന്ന് അവരുടെ ജീവിത സംസ്കാരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഡച്ചുകാർ, ഡച്ചുകാരെയാണ് നമ്മൾ ഈ ലന്തക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ പോളണ്ടുകാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെയും ഭാഷ പഠിച്ച ചില ബാലിക്കാരുണ്ട്. പക്ഷേ ഡച്ചുകാർ ഏറെക്കാലം അവിടെ തങ്ങിയിരുന്നെങ്കിലും ബാലിയുടെ ആ സവിശേഷമായ സൗന്ദര്യം നശിപ്പിക്കാൻ അവർ തയ്യാറായില്ല. അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ അവർ തയ്യാറായില്ല. അവിടുത്തെ ജനത അതേപോലെ നിലനിൽക്കാനും അവിടുത്തെ പ്രകൃതി അതേപോലെ നിലനിൽക്കാനും അവർ ആഗ്രഹിച്ചു. കാരണം പിന്നെയും യൂറോപ്പിൽ നിന്നൊക്കെ ഈ ബാലിയിലേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭം ഈ ഡച്ചുകാർക്കും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ തനിമ നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നു എന്നത് അത് അവരുടെ ഒരു മനസ്സിൻ്റെ അകത്തെ കളങ്കമാണ്. എന്നാൽ ബാലി ദ്വീപുകാർ കളങ്കമില്ലാത്ത ഒരു വലിയ ജനതയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ബാലിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ നൽകിയത്. അങ്ങനെയുള്ള ബാലിയിലെ അനുഭവങ്ങളിൽ നിന്നും അവിടുത്തെ കാഴ്ചകളിൽ നിന്നും വിട്ടുപോരാൻ ഇവിടെ ലേഖകന് ഈ വളരെയധികം വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ യാത്ര പറച്ചിലിന്റെ നിമിഷം ഇങ്ങനെയാണ് ഇതിൽ അവതരിപ്പിച്ചത്. അവസാനത്തെ ആ വരികൾ വായിക്കാം. ഞാൻ ബാലി ദ്വീപിനോട് വിടവാങ്ങുകയാണ്. കുലധർമ്മവും കലയും ഉത്സവങ്ങളും കൊണ്ട് നെയ്തെടുത്ത ജീവിത മണ്ഡലങ്ങളെ വിട്ടകലുകയാണ്. കൃഷിയും കൈത്തൊഴിലും പാട്ടും കൂത്തും ഇണക്കിക്കോർത്ത ആ ജീവിത പൂമാലയുടെ ഗന്ധം എന്നെ മയക്കുന്നു. യന്ത്രയുഗത്തിന്റെ ഹുങ്കാരം മുഴങ്ങുന്നു. കപ്പലിന്റെ സൈറൻ. ബാലി ക്ഷമിക്കണം, ഞാൻ പോയി വരട്ടെ. ബാലി ത്യാങ് പാമിത്. ബാലി ത്യാങ് പാമിത്. ഞാൻ പോയി വരട്ടെ എന്ന ആ വാക്കുകളും അദ്ദേഹം ബാലി ഭാഷയിൽ ചേർത്തുകൊണ്ടാണ് ഈ കൃതി അവസാനിപ്പിച്ചിരിക്കുന്നത്. പുതിയൊരു ദേശത്തെ അറിയാൻ യാത്രാ വിവരണങ്ങൾ വായിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു. ഈ കൃതി 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വായിക്കാവുന്നതാണ്. നമുക്കിന്ന് ഇത് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങളുടെ അധ്യാപകർക്ക് നന്ദി പറയുന്നു. വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് സ്കൂളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനും ആ സ്കൂൾ മുറ്റത്തെ നെല്ലിമരം ഉലർത്തി അതിലെ കായ്കൾ വീഴ്ത്തി തിന്നാനും ONV പറഞ്ഞു പാടിയതുപോലെ അതിനുള്ള അവസരം ഒരുങ്ങട്ടെ എന്ന്
പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. വീണ്ടും നമസ്കാരം. വായനാ ദിനത്തെക്കുറിച്ചും വായനാ വാരം ആഘോഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വായന എന്ന തത്വം പ്രചരിപ്പിക്കുന്നതിനായി PN പണിക്കർ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുകയും വായന വളർച്ചയെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി തന്ന ശ്രീ MS ദേവദാസ് സാർക്ക് നമ്മുടെ സ്കൂളിന്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പുരാതന കാലത്ത് വീടുകളിലെ അമ്മൂമ്മമാരുടെ മടിക്കിഴിയിലെ കഥകൾ കേട്ടു വളർന്ന കുട്ടികൾ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കഴിഞ്ഞതായി സാർ സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ കഥകളിലെയും സാരാംശമാണ് കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിച്ചിരുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകങ്ങളാണ് ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവ. ഇവയുടെ സമന്വയ രൂപമാണ് ഒരാളുടെ സ്വഭാവം. ഒരു വ്യക്തിയുടെ വളർച്ച പൂർണ്ണതയിൽ എത്തുന്നത് അറിവ് പ്രകാശിക്കുമ്പോഴാണ്. ആ അറിവ് നേടണമെങ്കിലോ വായന കൂടിയേ തീരൂ. ആ അറിവ് നേടാനായി നമ്മൾ വായിച്ചേ തീരൂ. ആയതിനാൽ വായന നമുക്ക് ഒരു ശീലമാക്കി മാറ്റാം. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റായ ശ്രീ വിജയേട്ടൻ നല്ലേപ്പിള്ളിയിലെ നാടകകലയെ പരിപോഷിപ്പിക്കുന്ന അമ്മ നാടകവേദിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വായനാ ദിനത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ PN പണിക്കരുടെ ചരമദിനമായ വായനാ ദിനമായി നാം ആചരിക്കുന്നത്. കഴിഞ്ഞ വർഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വായനാ ദിനാചരണം നമുക്ക് നടത്താൻ സാധിച്ചില്ല. ഈ വർഷം ഈ രീതിയിലെങ്കിലും നമുക്ക് നടത്താൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇതിനു മുമ്പുള്ള വർഷം വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവചരിത്ര ഗ്രന്ഥമായ അഗ്നിച്ചിറകുകളുടെ വായനാക്കുറിപ്പ് ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് വായനാക്കുറിപ്പിന് പകരം നമ്മുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു നാടകക്കാരനെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നാടകരചനയും സംവിധാനത്തിലും അഭിനയത്തിലും സിനിമ, സീരിയൽ, ടെലിഫിലിം എന്നീ രംഗത്ത് സജീവമായി നാം അറിയുന്ന ശ്രീ സുധീഷ് നല്ലേപ്പിള്ളിയെ ഞാൻ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഗ്രാമത്തിന്റെ മാണിക്യത്തെ നാം അറിയാതെ പോകുന്നത് നാം അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികേടായിരിക്കും. നല്ലേപ്പിള്ളി എന്ന ഗ്രാമത്തിൽ പുലുവമ്പറ്റ എന്ന പ്രദേശത്ത് ആറുമുഖൻ രാജമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായിട്ടാണ് അദ്ദേഹം. നേരത്തെ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഹരിചന്ദ്ര, അതോടൊപ്പം തന്നെ സത്യവാൻ സാവിത്രി എന്ന നാടകങ്ങൾ നാട്ടിൻ പുറത്ത് അരങ്ങേറുകയുണ്ടായി. അതിലെ പ്രധാന അഭിനേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ആ ഒരു വാഞ്ച ഉണ്ടായത്. പഠനകാലത്ത് തന്നെ കലോത്സവത്തിലും അദ്ദേഹം സജീവമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം യൂത്ത് ഫെസ്റ്റിവലിൽ MTയുടെ നോവലായ അസുരവിത്ത് എന്ന നാടകത്തിൽ ആദ്യമായി അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. നടനാവാനുള്ള മോഹം അദ്ദേഹത്തെ ചെന്നൈയിൽ എത്തിച്ചു. ശ്രീ രാജമാണിക്യം, പ്രധാന നൃത്താധ്യാപകൻ, നടൻ വിജയകാന്ത് എന്നിവരുമായി അദ്ദേഹം പരിചയപ്പെട്ടു. പക്ഷെ കൂടുതൽ കാലം അദ്ദേഹത്തിനോടെ ചെന്നൈയിൽ തങ്ങാനായില്ല. 94-95 അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. അപ്പോഴാണ് ഒരു പത്രവാർത്ത അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തിരുവനന്തപുരം ശ്രീ കാർത്തിയാനി തിയേറ്റേഴ്സിന്റെ പുതിയ നാടകത്തിന് നടീനടന്മാരെ ആവശ്യമുണ്ട് എന്ന്. അദ്ദേഹം അതിന് അപേക്ഷ നൽകി ഇന്റർവ്യൂവിൽ വിളിച്ചു. അച്ഛനുമൊത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി. ഇന്റർവ്യൂവിൽ അച്ഛനോട് മാത്രമാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വരാൻ അദ്ദേഹത്തിന് കത്ത് ലഭിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് നാടക ആചാര്യനായ മലയാള നാടകവേദിയുടെ വാർത്തച്ചനിൽ വിശേഷിപ്പിക്കുന്ന ശ്രീ വേലുക്കുട്ടൻ നായരുടെ ക്യാമ്പിലേക്കാണ് അദ്ദേഹം എത്തിപ്പെട്ടത് എന്ന്. നീണ്ട 18 വർഷം അദ്ദേഹത്തിന്റെ ഒരു വളർത്തുപുത്രനായി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വേലുക്കുട്ടൻ നായരുടെ വീട്ടിലെ ലൈബ്രറി ഏതാണ്ട് 5000-ൽ കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം നാടകത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും വായനയുടെ പുതിയ ലോകം അടുത്തറിയുകയും ചെയ്തത്. ശകുന്തളയുടെ മകനായ സർവ്വധമനായിട്ടാണ് ആദ്യമായി ഒരു മുഴുനീള നാടകത്തിൽ അദ്ദേഹം വേഷം വരുന്നത്. പിന്നീട് ആന്റിഗണി, അമ്മ, ഏലംകുളം മനക്കിലെ അമ്മ, മിന്നൽ പ്രളയം
മാന്യതയുടെ മരത്തേവൻ തുടങ്ങിയ നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചു. നാടകങ്ങൾ നടനായും സഭസംവിധാനായും അദ്ദേഹം പ്രവർത്തിച്ചു. 96-97 കാലത്ത് അമ്മ ഏലംകുളം മലയിരിക്കലെ അമ്മ എന്ന നാടകത്തിലെ സഖാവ് EMS കുട്ടിക്കാലത്തെ കുഞ്ചുവിനെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അതിന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം EMS രൂപദൃശ്യം അദ്ദേഹത്തിനുള്ളതായി അദ്ദേഹത്തിന്റെ ഗുരുവായ വേണുഗോപാൽ നായർ പറഞ്ഞു. ആദ്യ നാടക അവതരണം കാണാൻ തന്നെ EMSഉം പത്നിയും തിയേറ്ററിൽ എത്തിയിരുന്നു. നാടക അവതരണത്തിന് ശേഷം EMS അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ നാടകം കേരളത്തിലുടനീളം 137 സ്റ്റേജുകളിൽ അവതരിപ്പിച്ചു. ഈ സമയത്ത് നാട്ടിൽ അദ്ദേഹം വരുമ്പോൾ കുട്ടികളുടെ ഒരു നാടക സംഘമായി അമ്മ നാടകവേദി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്നും ആ പ്രവർത്തനം തുടരുകയാണ്. 2004 മുതൽ 2015 വരെ നാടകാഭിനയം, സിനിമാഭിനയം, അമ്പലത്തിലെ ക്ലർക്ക്, വിവാഹം എന്നൊക്കെയായി ചെന്നൈയിലായിരുന്നു ജീവിതം. ശ്രീ വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ, ചന്ദ്രൻ രാജവീതി, KP ലത്തീഫ് എന്നിവരുടെ നാടകത്തിൽ അഭിനയിച്ചു. ദ്വീപ് എന്ന നാടകത്തിൽ അഭിനയിച്ച് പ്രശസ്ത സിനിമാ സംവിധായകൻ KS സേതുമാധവൻ അഭിനന്ദിച്ചു. സിനിമയിലും സീരിയലുകളിലും കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു. ഗൗരവം, ഗണ്യം, വീണ്ടും പാണ്ഡ്യം എന്നീ സീരിയലുകൾ അദ്ദേഹം അഭിനയിച്ചു. പുലിവരുത്, അന്തോണിയൻ, പട്ടാളം, പഴശ്ശിരാജ, ഗുരുകുലം, ഒരു സ്മോൾ ഫാമിലി, പെരുവയിൽ, വീണ്ടും ചുവന്ന സൂര്യൻ, ശ്രീ കാളിദാസ് പുതുമനിയുടെ പ്രവാസം എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു. കാലം മാറി, കഥ മാറി, അമ്മ വീട്, ജാലകം, കഥയാട്ടം എന്നീ ടെലിഫിലിമുകളിൽ അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ വകയായി ഒരുപാട് രചനകൾ ഉണ്ടായി. കാടിന്റെ മക്കൾ, പുരാവസ്തു, നീ ഇല്ലാതെ, അമ്മ വീട്, കിനാവും ഒരു പിടി കൊന്നപ്പൂവും, തോരാത്ത മഴ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹം 18 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ 14 നാടകങ്ങൾ കുട്ടികളുടേതാണ്. 33 നാടകങ്ങൾ സംവിധാനം ചെയ്തു. 4 പ്രൊഫഷണൽ നാടകവും 16 അമച്ചർ നാടകങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. ചേരാമംഗലം ചാമുണ്ണി രചനീ സംവിധാനവും നിർവഹിച്ച വീർവരയിലെ സൂര്യോദയം എന്ന നാടകത്തിൽ തന്റെ കേന്ദ്ര കഥാപാത്രമായ കർഷക പ്രസ്ഥാനത്തിന്റെ സൂര്യ തേജസ്സായ ശ്രീ ആലത്തൂർ കൃഷ്ണനെ അദ്ദേഹം അവതരിപ്പിച്ചു. നാടകരചനയ്ക്ക് പൂച്ചാണ്ടി എന്ന നാടകത്തിന് വേൾഡ് മലയാളി അസോസിയേഷന്റെ ഓൾ ഇന്ത്യ നാടക മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 10 നാടകങ്ങളിൽ ഒന്നാണ് പൂച്ചാണ്ടി. EMS, R. കൃഷ്ണൻ എന്നീ നാടകങ്ങളിൽ അഭിനയത്തിന് കാറൽ മന്ന ടാക്സ് ക്രിയേഷൻസിന്റെ ആദരവ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നിലവിൽ സജീവ നാടക പ്രവർത്തനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഭാര്യ ശ്രീദേവി, മകൾ ബേബി കൃഷ്ണച്ച. അദ്ദേഹത്തിന്റെ രചനകളും സംവിധാന കഴിവും അഭിനയ പാഠവും വേണ്ടത്ര പരിഗണന സമൂഹം നൽകിയിട്ടില്ല. ഒരുപക്ഷെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലോ ആണെങ്കിൽ വലിയ അംഗീകാരം ലഭിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കുട്ടികളുമായി ഏറ്റവും കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുന്ന ആളാണ് സുതീഷ്. ഈ വേളയിൽ അദ്ദേഹത്തിന് UP സ്കൂളിന്റെ എല്ലാ ആദരവും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. വായന അറിവ് വർദ്ധിപ്പിക്കുകയും ബുദ്ധിയെ കൂർമ്മതയാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന തത്വം ആസ്പദമാക്കി ഹിന്ദി ഭാഷയിൽ ഒരു കൊച്ചു പ്രസംഗവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം അശ്വിജ. नमस्कार आदरणीय गुरुजनों और मेरे प्यारे मित्रों, सबको मेरा प्रणाम। आज 19 जून वाजन दिवस। इस शुभ अवसर पर पहले आप सभी को वाजन दिवस की हार्दिक शुभकामनाएं। केरल आज साक्षरता के क्षेत्र में बहुत आगे है। केरल के संपूर्ण साक्षर राज्य बनाने के अभियान में वह अहम भूमिका निभाने वाले स्वर्गीय श्री PN पणिकर के पुण्यतिथि पर हम पढ़न दिवस या वाजन दिवस के रूप में मनाते हैं। श्री PN पणिकर हमारे लिए एक प्रेरणा है। उन्होंने अकेले दम पर केरल के ग्रामीण इलाकों में कई पुस्तकालयों की स्थापना करते हुए पढ़ो और बढ़ो
का नारा दिया था। पढ़ना सबसे समृद्ध शौकों में से एक माना जाता है। पुस्तकों की पढ़ाई हमें ऐसी खुशी प्रदान करती है, ऐसी खुशी हमें किसी भी अन्य गतिविधियों से नहीं मिलती है। यह हमारी ज्ञान के बढ़ाता है और हमारी बुद्धि को तेज करता है। पढ़ने के महत्व समझकर हम सब पढ़े और बढ़े। वाचन के उसका सदुपयोग करें। आप सभी को एक बार फिर पढ़न दिवस की हार्दिक शुभकामनाएं देती हैं। मेरा यह भाषण समाप्त करता है। धन्यवाद. വായനാ ദിനത്തെക്കുറിച്ച് ഒരു കൊച്ചു കവിതയുമായി എത്തുന്നു നമ്മുടെ പ്രിയ വിദ്യാർത്ഥിനിയായ അജിഷ. വായനാ ദിനത്തോടനുബന്ധിച്ച് എൻ്റെ ഒരു കുട്ടി കവിത. അക്ഷരമുത്തുകൾ ചേർത്തു വച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. അക്ഷരമുത്തുകൾ ചേർത്തു വച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. പുസ്തകമെന്നൊരു ലോകം. കഥകൾ, കവിതകൾ, കളിച്ചിരിയെല്ലാം കണ്ടു രസിച്ച് നടക്കാം. കുട്ടികൾ നമ്മുടെ ഭാവി നന്നാക്കുവാൻ പുസ്തകം നെഞ്ചോടു ചേർക്കാം. അക്ഷരലോകത്ത് പിച്ച നടന്നിട്ട് നാളെ തൻ വാഗ്ദാനമാവാം. അക്ഷരമുത്തുകൾ ചേർത്തു വച്ചുള്ളൊരു പുസ്തകമെന്നൊരു ലോകം. കഥകൾ, കവിതകൾ, കളിച്ചിരിയെല്ലാം കണ്ടു രസിച്ചു നടക്കാം.